ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്കും സമാധാനം സ്വസ്ഥതയും കൊടുക്കൂല. എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ടോ എല്ലാത്തിനും മുമ്പിൽ പോയിട്ട് നിങ്ങളെ പല ആൾക്കാരും കളിയാക്കും, പല ആൾക്കാരും കുറ്റപ്പെടുത്തും, പല ആൾക്കാരും ഇൻസൾട്ട് ചെയ്യും, പല ആൾക്കാരും നിങ്ങളെ പച്ചയിറച്ചി കഴിക്കും. അതിനുവേണ്ടി മാത്രം ജനിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പലരുടെയും പച്ചയിറച്ചി തിന്നാൻ വേണ്ടി മാത്രം. 4 ആള് കൂടുന്നിടത്ത് അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എതിരെ നിൽക്കുന്നവരുടെ കുറവുകളും വൈകല്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ അതിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആ ഇൻസൾട്ടിനെ അവർ വിളിക്കുന്ന പേര് തമാശ എന്നാണ്. അതെങ്ങനെയാണ് തമാശയാവുക? ഒരാളുടെ ഹൃദയം തകർത്തിട്ടുള്ള നിങ്ങളെ വർത്തമാനത്തെ എങ്ങനെയാണ് തമാശ എന്ന് വിളിക്കാൻ പറ്റുക? ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങളെ ഇപ്പോഴത്തെ കാലത്ത് പല ആൾക്കാരും നിങ്ങളെ കളിയാക്കും. അവരുടെ വായ അടപ്പിക്കാൻ നമുക്കാവൂല. നിങ്ങളെ കളിയാക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ തളർന്നിരിക്കാനാണ് പ്ലാനെങ്കിൽ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അവർ നിങ്ങളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. എത്ര കാലം കളിയാക്കും? മരണം വരെയല്ലേ കളിയാക്കൂ? മരിച്ചാൽ കളിയാക്കാൻ പറ്റുമോ? അതുവരെ നിങ്ങളെ കളിയാക്കിയവർ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് പുകഴ്ത്തും. അതാണ് ഇപ്പോഴത്തെ ജനങ്ങൾ. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്കും സമാധാനം സ്വസ്ഥതയും കൊടുക്കൂല. എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ടോ എല്ലാത്തിനും മുമ്പിൽ പോയിട്ട് നിൽക്കും. അത് അങ്ങനത്തെ കുറെ ജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അതുകൊണ്ട് കളിയാക്കുന്നവർ കളിയാക്കട്ടെ, അവറ്റിങ്ങളെ വായ അടയുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. നമ്മൾ നമ്മുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ.